ഐ, ഏകദേശം ബ്രെയിൻ്റെ ഒത്ത നടുവിലായിട്ടാണ് സിറ്റുവേറ്റഡ് അല്ലെ. അതുകൊണ്ട് എന്ത് വിളിക്കുന്നു? തേർഡ് ഐ, മൂന്നാം കണ്ണ്. ഇൻസുലിനും ഗ്ലൂക്കഗോണും നേരെ വിപരീത പ്രവർത്തനങ്ങളല്ലേ. ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നത് ഗ്ലൂക്കഗോൺ, ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നത് ഇൻസുലിൻ. മാറിപ്പോറേ. ഒരു ക്വസ്റ്റൻ നോക്കിയാൽ നിങ്ങൾ, ശരിയായ ജോഡികൾ എത്ര എണ്ണം? PSC പരീക്ഷയിൽ ഇനി വരാൻ പോകുന്ന പുതിയ ടൈപ്പ് ചോദ്യങ്ങളാണിത്. അതായത് എത്ര എണ്ണം, ഏതൊക്കെ ശരി. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഗ്രന്ഥികളും ഹോർമോണുകളും എന്നുള്ള ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള കൺഫ്യൂസിങ് ഫാക്ട്സിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 10ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. അവിടെ കൂടുതൽ കാര്യങ്ങൾ, അഡീഷണൽ കാര്യങ്ങളൂടെ ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയയിലൂടെ കടന്നു പോവുക. ഓക്കെ, നമുക്കൊരു ചോദ്യത്തിലൂടെ തുടങ്ങാം. ഒരു ക്വസ്റ്റൻ നോക്കിയാൽ നിങ്ങൾ, ശരിയായ ജോഡികൾ എത്ര എണ്ണം? PSC പരീക്ഷയിൽ ഇനി വരാൻ പോകുന്ന പുതിയ ടൈപ്പ് ചോദ്യങ്ങളാണിത്. അതായത് എത്ര എണ്ണം, ഏതൊക്കെ ശരി, 1, 2, 3, 4 അങ്ങനെ കൊടുക്കുന്നതിന് പകരം എത്ര എണ്ണം ശരി എന്ന് ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ എന്താവും? സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആവും. കാരണം ആ ഒരു എത്ര പ്രസ്താവനകൾ അല്ലെങ്കിൽ എത്ര ഇവിടെ ചേരുംപടി ചേർക്കലാണ്. അപ്പോൾ എത്ര എണ്ണം തന്നിട്ടുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് അറിയെങ്കിൽ മാത്രമാണ് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ടൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും, പക്ഷെ ഇവിടെ അത് പറ്റില്ല. ഇവിടെ ഏതൊക്കെ ശരിയുണ്ട്? 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഈ 5-ൽ എല്ലാം കൃത്യമായിട്ട് അറിയെങ്കിൽ മാത്രമാണ് എത്ര എണ്ണം ശരി എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഇനിയുള്ള വരും കാലങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഏതൊക്കെയാണ് ശരി നോക്കിയേ. നമുക്കിതിലേക്കാണ് കടക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള കൺഫ്യൂസിങ് ഫാക്ട്സിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നായക ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി അല്ലല്ലോ. മാസ്റ്റർ ഗ്ലാൻഡ് അഥവാ നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന പീനിയൽ ഗ്രന്ഥിയാണോ? അല്ല. മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഥവാ പീയൂഷ ഗ്രന്ഥിയാണ്. ഓക്കെ, ജൈവ ഘടികാരം ഏതാണ്? പീനിയൽ ഗ്രന്ഥിയാണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? തെറ്റാണ്. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. യുവത്വം അല്ലെ, യുവത്വ ഹോർമോൺ തൈമോസിൻ. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി. അപ്പൊ അത് ശരിയാണ്. പിന്നെ ഏറ്റവും വലിയ ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി അല്ലേ? തെറ്റല്ലേ? യെസ്, ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാ? കരളാണ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് ഏത്? തൈറോയിഡ്. അപ്പൊ അതും തെറ്റാണ്. പിന്നെ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. ശരിയാണ്. എമർജൻസി ഹോർമോൺ അഥവാ അഡ്രിനാലിൻ അല്ലെ, അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ. അഡ്രിനാലിന്റെ മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ. ഓക്കെ, അപ്പൊ അത് ശരിയാണ്. അപ്പൊ ഏതൊക്കെയാണ് ശരി? 3ഉം 5ഉം ആണ് ശരി അല്ലെ. അതായത് എത്ര എണ്ണം? 2 എണ്ണമാണ് ശരി. അപ്പൊ ഏതാണ് ഉത്തരം? സി ആണ് ഉത്തരം. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഈ 5 എണ്ണം അറിയെങ്കിൽ മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരം ചോദ്യങ്ങൾ വരും ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ചോദ്യം, ഇത്രയും ഈ രീതിയിലുള്ള 1-2 ചോദ്യങ്ങൾ അടുത്ത കാലത്ത് PSC വന്നിട്ടുണ്ട് ചേരുംപടി. ഇനി ഇതേപോലെയുള്ള പ്രസ്താവന ചോദ്യങ്ങളും വരും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പരസ്പരം തെറ്റിപ്പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ഇന്ന് കടന്നു പോവാം. ഓക്കെ, ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. ഗ്രന്ഥി എന്ന് പറയുമ്പോൾ, ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അന്തസ്രാവി ഗ്രന്ഥികളുണ്ട്, ബഹിർസ്രാവി ഗ്രന്ഥികളുണ്ട്. അന്തസ്രാവി അന്തർഭാഗത്തേക്ക് സ്രവിക്കുക, ഉള്ളിലേക്ക് സ്രവിക്കുക. അന്തർസ്രാവി. ബഹിർസ്രാവി ബഹിർഭാഗത്തേക്ക് സ്രവിക്കുക. അതായത് എവിടെ നിന്നാണോ സ്രവിക്കപ്പെടുന്നത് അവിടെ നിന്ന് അല്ലെ പുറത്തേക്ക് സ്രവിക്കുക, നാളികളിലൂടെ പുറത്തേക്ക് സ്രവിക്കുക. അതാണ് ബഹിർസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. എക്സോക്രൈൻ ഗ്ലാൻഡ്, നാളികൾ ഉണ്ടാവും. ആ നാളികളിലൂടെ അവ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവം പുറത്തേക്ക് വിടുന്നു. അവിടെ നിന്ന് പുറത്തേക്ക്, അതായത് എല്ലാ ശരീരത്തിന്റെ പുറത്തേക്ക് ആവണമെന്നില്ല കേട്ടോ. അതായത് അവൾ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് നിന്ന് നാളികളിലൂടെ മറ്റൊരു ഭാഗത്തേക്ക് പുറത്തേക്ക് വിടുന്നു. അതാണ് ബഹിർസ്രാവി ഗ്രന്ഥികൾ. അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറഞ്ഞാൽ അന്തർഭാഗത്തേക്ക്, അതായത് ഇവ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ അഥവാ ഹോർമോണുകൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അന്തസ്രാവി ഗ്രന്ഥിയുടെ സ്രവങ്ങളെ എന്ത് വിളിക്കും? ഹോർമോണുകൾ. ഈ ഹോർമോണുകളെ എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് നാളികളില്ല, അതുകൊണ്ട് നേരിട്ട് രക്തത്തിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുക. നാളീരഹിത ഗ്രന്ഥികൾ എന്ന് വിളിക്കും അല്ലെ. നാളീരഹിത ഗ്രന്ഥികൾ, ഡക്റ്റിലസ് ഗ്ലാൻഡ്. നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്ന ഏതാണ്? അന്തസ്രാവി ഗ്രന്ഥികളാണ്. അപ്പൊ അന്തസ്രാവി ഗ്രന്ഥികളുണ്ട്, ബഹിർസ്രാവി ഗ്രന്ഥികളുണ്ട്. അപ്പൊ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരൾ ആണ്. ഏതാണ്? കരളാണ്. കരളിനെ നമ്മൾ പൊതുവെ ഒരു ബഹിർസ്രാവി ഗ്രന്ഥിയായിട്ടാണ് കണക്കാക്കുക. കരൾ ഒരു പൊതുവെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബഹിർസ്രാവി ഗ്രന്ഥിയാണ് ആര്? കരൾ. കരൾ അഥവാ ലിവർ എന്താണ്? ബഹിർസ്രാവി ഗ്രന്ഥിയായിട്ടാണ് പൊതുവെ കണക്കാക്കുക. പക്ഷേ അന്തസ്രാവി ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടെ ചെയ്യുന്നുണ്ട് ചില ഹോർമോണുകൾ അല്ലെ. ആൻജിയോടെൻസിനോജൻ പോലെയുള്ള ചില ഹോർമോണുകളൊക്കെ ലിവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. പൊതുവെ എന്താണ്? ബഹിർസ്രാവി ഗ്രന്ഥിയാണ്. ഓക്കെ, ദെൻ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തൈറോയിഡുമാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ, ഏറ്റവും വലിയ ബഹിർസ്രാവി ഗ്രന്ഥി കരൾ, ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഇതേപോലെ ചെറുതിന്റെ കാര്യമുണ്ട്. ഇവിടെ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ കൊടുത്ത ഗോബ്ലെറ്റ് സെൽ അല്ല നിങ്ങൾ PSC പരീക്ഷയിൽ മുമ്പ് കണ്ടിട്ടുണ്ടാവുക. ഏത് തന്നെയാണ് കണ്ടിട്ടുണ്ടാവുക? ഏറ്റവും ചെറിയ ഗ്രന്ഥി ചോദിച്ചാൽ
പീനിയൽ ഗ്രന്ഥി തന്നെയാണ് PSC കൊടുക്കാറ്. എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും ചെറിയ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിനേക്കാളും ചെറിയ ഗോബ്ലെറ്റ് സെൽ ഉണ്ട്. അത് ഒരു അന്തസ്രാവി ഗ്രന്ഥി അല്ല. അതെന്താണ്? ബഹിർസ്രാവി ഗ്രന്ഥികളാണ്. അതായത് ഗോബ്ലെറ്റ് സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ GI ട്രാക്റ്റിന്റെ പലയിടത്തായിട്ട് കാണപ്പെടുന്നുണ്ട്. മ്യൂസിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ ഗ്രന്ഥികൾ, അവിടെ 40 മുതൽ 60 മൈക്രോമീറ്റർ മാത്രമാണ് ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ ഗ്രന്ഥി ശരിക്കും ഗോബ്ലെറ്റ് സെല്ലാണ്, പക്ഷെ അത് പലയിടങ്ങളിലായിട്ട് കുറെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് പൊതുവെ PSCയിലൊക്കെ ഉത്തരം കൊടുക്കുക ഏതാണ്? പീനിയലാണ്. പക്ഷെ അവിടെ മനസ്സിലാക്കിയാൽ മതി, ഇതുണ്ടോ എന്നുള്ള ഓപ്ഷൻ നോക്കിക്കളയണം. ഏറ്റവും ചെറിയ ഗ്രന്ഥി ചോദിച്ചിട്ട് ഗോബ്ലെറ്റ് സെൽ എന്ന് കൊടുത്ത ഉത്തരമാണെങ്കിൽ അതൊരു എന്താണ്? ഗോബ്ലെറ്റ് സെൽ എന്ന് ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് തന്നെ ഉത്തരം എഴുതണം. അതല്ല എങ്കിൽ ഒരു സാധാ PSC ക്വസ്റ്റ്യൻ ആണ്, പണ്ടേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ചെറിയ ഗ്രന്ഥി ചോദിക്കുന്നു, ഗോബ്ലെറ്റ് സെൽ ഒന്നും ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് തന്നെ എഴുതിക്കൊള്ളുക? പീനിയൽ ഗ്രന്ഥി തന്നെ ഇരിക്കുക. ഏറ്റവും ചെറുത് പീനിയലാണ്. അത് കഴിഞ്ഞാൽ തൊട്ട് വലുതാണ് പിറ്റ്യൂട്ടറി. ചില പരീക്ഷകളിൽ പീനിയൽ കൊടുക്കാതെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥി കൊടുക്കാറുണ്ട്. അതായത് ഏറ്റവും ചെറുത് പീനിയൽ, അത് കഴിഞ്ഞാൽ തൊട്ട് വലുതാണ് ആര്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്നത്. അവിടെ പീനിയലും ബ്രാക്കറ്റിൽ ഇല്ലെങ്കിൽ ഏതാണ്ട് ഉത്തരം എന്താണ്? പിറ്റ്യൂട്ടറി ആണ്. കൂടുതലും പരീക്ഷയിൽ PSC എന്താണ് കൊടുക്കാറ്? പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ. ഓക്കെ, യെസ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മലയാളം എന്താ? പീയൂഷ ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഥവാ പീയൂഷ ഗ്രന്ഥി, മാസ്റ്റർ ഗ്ലാൻഡ്, നായക ഗ്രന്ഥി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? പീയൂഷ ഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അപ്പോൾ ഏറ്റവും വലുതും ചെറുതും ഉറപ്പായല്ലോ. ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ, ഏറ്റവും വലിയ ബഹിർസ്രാവി ഗ്രന്ഥിയും കരൾ, ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി അഥവാ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണ്? തൈറോയിഡ്. ഏറ്റവും ചെറിയ ഗ്രന്ഥി യഥാർത്ഥത്തിൽ ഗോബ്ലെറ്റ് സെൽ, പക്ഷേ ഏറ്റവും ചെറിയ ഗ്രന്ഥി PSC ഉത്തരം പീനിയൽ ഗ്രന്ഥി. ഏറ്റവും ചെറിയ ബഹിർസ്രാവി ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബഹിർസ്രാവി ഗ്രന്ഥി ഗോബ്ലെറ്റ് സെല്ലാണ്. ഏറ്റവും ചെറിയ ബഹിർസ്രാവി ഗ്രന്ഥി ഗോബ്ലെറ്റ് സെല്ലാണ്. അവിടെ അങ്ങനെ ചോദിക്കാറില്ല, ചോദിച്ചാൽ ഉത്തരം ഗോബ്ലെറ്റ് സെല്ലാണ്. ഏറ്റവും ചെറിയ ഗ്രന്ഥിയും ഗോബ്ലെറ്റ് സെല്ലാണ്. പക്ഷെ PSC ആൻസർ ഏറ്റവും ചെറിയ ഗ്രന്ഥി ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളുക എന്താണ് കൊടുക്കാറ്? അവര് പീനിയൽ ആണ്. ഇനിയെങ്കിലും ഉത്തരം എഴുതുമ്പോൾ ഓപ്ഷനിൽ ഗോബ്ലെറ്റ് സെൽ ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അത് എഴുതുക, ഇല്ലെങ്കിൽ പീനിയൽ ഗ്രന്ഥി എഴുതിക്കോളുക. ഓക്കെ, അതെന്താണ് ശരിക്കും? ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. അത് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുകളിലുള്ള തൊട്ട് വലിയതാണ് ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഥവാ പീയൂഷ ഗ്രന്ഥി. അതുകൊണ്ട് ചില PSC പരീക്ഷകളിൽ പീനിയൽ ഗ്രന്ഥിയും ഉണ്ടാവാറില്ല, ഓപ്ഷനിൽ പീയൂഷ ഗ്രന്ഥിയും ഉണ്ടാവാറുണ്ട്, കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പരീക്ഷകൾ വന്നതുകൊണ്ട് അത് അങ്ങനെ തന്നെ പറഞ്ഞു തന്നേ ഉള്ളൂ, അത് ഉറപ്പിച്ചു വെച്ചോളാം. ഓക്കെ, ഈ ഒരു സാധനം ക്ലിയർ ആയല്ലോ. ഇനി വിശേഷണങ്ങൾ തമ്മിൽ മാറിപ്പോകുന്ന കുറേ വിശേഷണങ്ങൾ ഓരോ ഗ്രന്ഥികൾക്കും ഉണ്ട് അല്ലെ. എന്താണ്? ഒന്ന് നായക ഗ്രന്ഥി അഥവാ മാസ്റ്റർ ഗ്ലാൻഡ് അല്ലെ. മാസ്റ്റർ ഗ്ലാൻഡ് അഥവാ പീയൂഷ ഗ്രന്ഥി മറ്റു ഗ്രന്ഥികളുടെ ഹോർമോൺ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ട് മാസ്റ്റർ ഗ്ലാൻഡ് അഥവാ നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഏതാണ്? പീയൂഷ ഗ്രന്ഥിയാണ്. ദെൻ ഗ്രന്ഥികളുടെ ഗ്രന്ഥി, ഇതുകൊണ്ട് തന്നെയാണ് മറ്റു ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതുകൊണ്ട് ഗ്രന്ഥികളുടെ ഗ്രന്ഥി അഥവാ മാസ്റ്റർ ഗ്ലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? പീയൂഷ ഗ്രന്ഥിയാണ്. പിന്നെയോ വളർച്ചാ ഗ്രന്ഥി, ഗ്രോത്ത് ഗ്ലാൻഡ് എന്നറിയപ്പെടും. വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഗ്രോത്ത് ഹോർമോൺസ് അഥവാ സൊമാറ്റോട്രോഫിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വളർച്ചാ ഗ്രന്ഥി എന്നറിയപ്പെടും. അപ്പം നായക ഗ്രന്ഥി, ഗ്രന്ഥികളുടെ ഗ്രന്ഥി, വളർച്ചാ ഗ്രന്ഥി എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ പീയൂഷ ഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പീയൂഷ ഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. then അടുത്തത് ജൈവ ഘടികാരം, ബയോളജിക്കൽ ക്ലോക്ക് അഥവാ ജൈവ ഘടികാരം അല്ലെ. നമ്മുടെ ഉറക്കത്തെയും നമ്മുടെ ജീവതാളത്തെയും ഒക്കെ നിയന്ത്രിക്കുന്നത് കൊണ്ട് ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് അല്ലെ. ഉറക്കത്തിന് സഹായിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? പീനിയൽ ഗ്രന്ഥിയാണ് അല്ലെ. അതുകൊണ്ട് ജൈവ ഘടികാരം ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടും. തേർഡ് ഐ ഏകദേശം ബ്രെയിനിന്റെ ഒത്ത നടുവിലായിട്ടാണ് സിറ്റുവേറ്റഡ് അല്ലെ. അതുകൊണ്ട് എന്താ വിളിക്കുന്നു? തേർഡ് ഐ, മൂന്നാം കണ്ണ്. അതേപോലെ തന്നെ ഈ പറയുന്ന താളത്തെയൊക്കെ നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ആ ഒരു അറിവിന് സഹായിക്കുന്നത് കൊണ്ടൊക്കെ തന്നെ തേർഡ് ഐ, ജൈവ ഘടികാരം എന്നൊക്കെ വിളിക്കുന്നത് ഏതിനെയാണ്? പീനിയൽ ഗ്രന്ഥിയാണ്. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. PSCയെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി എന്ന് മാത്രമല്ല, ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാലും PSC ഉത്തരം എന്താണ്? പീനിയൽ ഗ്രന്ഥിയാണെന്നത് ഓർത്തു വെക്കുക. ദെൻ മധുര ഗ്രന്ഥി എല്ലാവർക്കും അറിയുന്നതാണ്. സ്വീറ്റ് ഗ്ലാൻഡ് അല്ലെ. സ്വീറ്റ് ഗ്ലാൻഡ് അഥവാ മധുര ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഏതാ? ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ആണ് മധുര ഗ്രന്ഥി. കാരണം പാൻക്രിയാസിൽ നിങ്ങൾക്കറിയാം, പാൻക്രിയാസിൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകൾ ഇൻസുലിൻ ഉണ്ട്, ഗ്ലൂക്കഗോണും ഉണ്ട്. അതിൽ ഗ്ലൂക്കഗോൺ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നയാളാണ് അല്ലെ. ഇൻസുലിൻ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നയാളാണ്. അവ ഗ്ലൂക്കഗോൺ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നയാളാണ്. അവ ഗ്ലൂക്കോസ്. ഓക്കെ, അപ്പൊ മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നു. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഏതാണ്? ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ആണ്. പാൻക്രിയാറ്റിക് ഗ്ലാൻഡിനെയാണ് നമ്മൾ ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയാം. ദെൻ
യുവത്വ ഗ്രന്ഥി, യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിനാണ്. അതുകൊണ്ട് യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഏതുമാണ്? തൈമസ് ഗ്ലാൻഡ് ആണ്, തൈമസ് ഗ്രന്ഥിയാണ്. ദെൻ ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഏതാണ്? തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. യഥാർത്ഥത്തിൽ ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഈ തൈറോയിഡ് കാർട്ടിലേജിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു സാധനമാണ്. ആ സാധനമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ആദംസ് ആപ്പിൾ. പക്ഷെ PSC ചോദിച്ചിട്ടുണ്ട് ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞേക്കുക. യഥാർത്ഥത്തിൽ തൈറോയിഡ് ഗ്രന്ഥി അല്ല, ഈ സാധനമാണ് എന്താണ് നമ്മുടെ തൈറോയിഡ് കാർട്ടിലേജിന്റെ ഭാഗമായിട്ടുള്ള ഇവിടെ പൊന്തിക്കിടക്കുന്ന ആ ഭാഗമില്ലേ, അതാണ് പുരുഷത്വത്തിന്റെ ലക്ഷണമൊക്കെ ആയിട്ട് പൊതുവെ കണക്കാക്കും. കാരണം അതൊക്കെയുള്ള ആളുകളുടെ സൗണ്ട് ഭയങ്കര ഗാംഭീര്യമൊക്കെയുള്ള സൗണ്ടൊക്കെ ആയിരിക്കും അല്ലെ, അങ്ങനെയൊക്കെ പറയാറുണ്ട് പൊതുവെ. അപ്പൊ അതിലൊന്നും കാര്യമില്ല. ആദവും അവ്വയുണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് ആദംസ് ആപ്പിൾ. ഓക്കെ, അപ്പൊ ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ചോദിച്ചാൽ നിങ്ങളങ്ങ് ഉത്തരം എഴുതിയിരിക്കുക തൈറോയിഡ് ഗ്രന്ഥി. ഓക്കെ, യഥാർത്ഥത്തിൽ ഇതാണ് തൈറോയിഡ്. ആ പ്രോമിനൻസ് ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ആദംസ് ആപ്പിൾ എന്ന് വിളിക്കുന്നത്. ദെൻ അടിയന്തിര ഗ്രന്ഥി, അടിയന്തര ഹോർമോൺ. ഓക്കെ, അഡ്രിനാലിൻ. അപ്പൊ അടിയന്തര ഗ്രന്ഥി, എമർജൻസി ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഏതായിരിക്കും? അഡ്രിനൽ ഗ്ലാൻഡ് ആണ്, അതിവൃക്ക ഗ്രന്ഥിയാണ്. അഡ്രിനൽ ഗ്ലാൻഡിന്റെ മലയാളം എന്താ? അതിവൃക്ക. അഡ്രീനൽ, റീനൽ വൃക്കയുമായി ബന്ധപ്പെട്ട അഡ്രീനൽ. അപ്പൊ വൃക്കയുടെ മുകളിൽ അഡ്രീനൽ, അതിവൃക്ക, വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് ഇത് അതിവൃക്ക ഗ്രന്ഥി. അപ്പൊ മറ്റൊരു പേര് കൂടെ സുപ്രാറീനൽ ഗ്ലാൻഡ്, അഡ്രീനൽ. അതേ വാക്ക് തന്നെ, സുപ്രാറീനൽ. റീനലിനേക്കാളും സൂപ്പർ എന്നുള്ള അർത്ഥത്തില് സുപ്രാറീനൽ ഗ്ലാൻഡ് അഥവാ അഡ്രിനൽ ഗ്ലാൻഡ്, അതിവൃക്ക ഗ്രന്ഥി. എന്ത് പേരിൽ അറിയപ്പെടുന്നു? അടിയന്തര ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് എമർജൻസി ഗ്ലാൻഡ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ദെൻ ലൈംഗിക ഗ്രന്ഥി, സെക്സ് ഗ്ലാൻഡ്സ് ഏതാണ്? ഗൊണാഡ്സ് ആണ്. ഗൊണാഡ്സ്. പുരുഷന്മാരിലാണെങ്കിൽ ഒരു ജോഡി വൃഷണങ്ങൾ അല്ലെ, പുരുഷന്മാരിലെ ലൈംഗിക ഗ്രന്ഥി ഏതാണ്? വൃഷണങ്ങളാണ്, ടെസ്റ്റിസ് ആണ്, ഒരു ജോഡി വൃഷണങ്ങളാണ്. സ്ത്രീകളിലാണെങ്കിൽ ഓവറി അഥവാ അണ്ഡാശയമാണ്. ഓവറി അഥവാ അണ്ഡാശയം, ഇത് കോമൺ ആയിട്ട് പറയുന്ന വാക്കാണ് ഗൊണാഡ്സ്. എന്താണ്? ഗൊണാഡ്സ്. അപ്പോൾ ലൈംഗിക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഏതാണ്? ഗൊണാഡ്സ് ആണ്. പ്രത്യുൽപാദന ഗ്രന്ഥി എന്നും വിളിക്കും അല്ലെ. ലൈംഗിക ഗ്രന്ഥി അഥവാ റിപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ് അഥവാ പ്രത്യുൽപാദന ഗ്രന്ഥി, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? യെസ്, ഏതാണ്? ഗൊണാഡ്സുകളാണ്. പുരുഷന്മാരിൽ വൃഷണം, ടെസ്റ്റിസ് അഥവാ വൃഷണം. സ്ത്രീകളിൽ അണ്ഡാശയം അഥവാ ഓവറി. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെ ഗ്രന്ഥികളുടെ വിശേഷണങ്ങളാണ്. ഇതേപോലെ തന്നെ ആരുടെ വിശേഷണങ്ങൾ? ഹോർമോണുകളുടെ വിശേഷണങ്ങളുണ്ട്. കുറെയൊക്കെ അവിടെ സെയിം ആയിരിക്കുമല്ലോ, കിട്ടുമല്ലോ, ആ പേര് തന്നെ അറിയപ്പെടുന്നതുകൊണ്ട്. അപ്പോൾ കുറച്ച് ഹോർമോണുകൾ നേരത്തെ ഞാൻ പറഞ്ഞു. വളർച്ചാ ഗ്രന്ഥി ഏതാ? യെസ്, വളർച്ചയ്ക്ക് സഹായിക്കുന്ന, ഗ്രോത്തിന് സഹായിക്കുന്ന ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സൊമാറ്റോട്രോഫിൻ ആണ്. സൊമാറ്റോട്രോഫിൻസ്, ട്രോഫോ എന്ന് കേൾക്കുമ്പോൾ തന്നെ പോഷണം എന്നുള്ള ചിന്ത വരണം. ട്രോഫോളജി, പോഷണത്തെ കുറിച്ചുള്ള പഠനം. അപ്പൊ സൊമാറ്റോട്രോഫിൻ, സൊമാറ്റോ മീൻസ് ബോഡി എന്നാണ്, പോഷിപ്പിക്കുക, ശരീരത്തെ പോഷിപ്പിക്കുന്ന, ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോഫിൻസ് എന്ന് കോമൺ ആയിട്ട് പറയുക. അതിൽ പ്രധാനിയാണ് സൊമാറ്റോട്രോപ്പിൻ. എന്താണ്? സൊമാറ്റോട്രോപ്പിൻ. അപ്പൊ ഓപ്ഷനിൽ എന്താണോ കൊടുത്താൽ അത് എഴുതുക. സൊമാറ്റോട്രോഫിനോ ട്രോപ്പിനോ എന്ത് കൊടുത്താൽ നിങ്ങൾ അത് എഴുതിക്കൊള്ളുക. അപ്പം വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഗ്രോത്ത് ഹോർമോൺ, GH, ഗ്രോത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? സൊമാറ്റോട്രോഫിൻ ആണ്. ഓക്കെ, ദെൻ ഉറക്ക ഹോർമോൺ, സ്ലീപ്പ് ഹോർമോൺ ഏതാ? മെലാട്ടോണിൻ ആണ്. സ്ലീപ്പ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലാട്ടോണിൻ ആണ്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സ്ലീപ്പ് ഹോർമോൺ. ഉറക്കത്തിന് സഹായിക്കുന്നു. അപ്പൊ ഈ രാത്രികാലങ്ങളിൽ മെലാട്ടോണിന്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും. ഇരുട്ടുള്ള സമയങ്ങളിൽ, രാത്രി എന്നല്ല, ഇരുട്ടുള്ള സമയങ്ങളിൽ മെലാട്ടോണിൻ ഉൽപ്പാദനം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആ സമയത്ത് കൂടുതലായിട്ട് ഉറക്കം വരുന്നത്. ഓക്കെ, അപ്പൊ ഉറക്ക ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ ആണ്. ദെൻ ഹാപ്പിനെസ് ഹോർമോൺ. ഹാപ്പിനെസ് ഹോർമോണുകൾ എന്നറിയപ്പെടുന്ന പല ഹോർമോണുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനികളാണ് സെറാട്ടോണും ഡോപ്പമൈനും. ഹാപ്പിനെസ് ഹോർമോൺ നമുക്ക് ഒരു പ്ലസന്റ് ഫീലിംഗ് ഉണ്ടാക്കുന്ന, സന്തോഷദായകമായിട്ടുള്ള ഹോർമോണുകളാണ് സെറാട്ടോണിൻ, ഡോപ്പമൈൻ. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, പരീക്ഷയുടെ ആ ദിവസങ്ങളിലൊക്കെ ഇതിന്റെ ഉൽപ്പാദനം കൂട്ടിക്കൊണ്ട് നമ്മൾ പോകണം അല്ലേ. അത്യാവശ്യമായിട്ട് ജോഗിങ് ഒക്കെ ചെയ്ത് പ്ലസന്റ് ഫീലിംഗ് ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ ചെയ്ത് ഒരു മഞ്ഞ വസ്തുക്കളെയൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ സെറോട്ടോണിൻ ഉൽപ്പാദനം ത്വരിതപ്പെടും. അതേപോലെ ഡോപ്പമൈൻ ഉൽപ്പാദനം ത്വരിതപ്പെടും. അപ്പോൾ നമുക്കൊരു പ്ലസന്റ് ഫീലിംഗ് ആയിരിക്കും, നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെറോട്ടോണിൻ, ഡോപ്പമൈൻ ഒക്കെ എന്താണ്? ഹാപ്പിനെസ് ഹോർമോണുകൾ എന്നറിയപ്പെടുന്ന ഹോർമോണുകളാണ്, ഹാപ്പിനെസ് ഹോർമോണുകളാണ്. ദെൻ ഇൻസുലിനും ഗ്ലൂക്കഗോണും നേരെ വിപരീത പ്രവർത്തനങ്ങളല്ലേ. ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നത് ഗ്ലൂക്കഗോൺ, ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നത് ഇൻസുലിൻ. മാറിപ്പോറേ, ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നത് ഇൻസുലിൻ. അപ്പോൾ നേരെ വിപരീത പ്രവൃത്തിയല്ലേ ചെയ്യുന്നത്. അപ്പൊ ആന്റി ഇൻസുലിൻ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതായിരിക്കും? ഇൻസുലിൻ. ആന്റി മീൻസ് എതിരെ. അപ്പൊ ഇൻസുലിന്റെ ആന്റി എതിരെ,
ഇൻസുലിനെതിരെ പ്രവർത്തിക്കുന്നതാണ് ഗ്ലൂക്കഗോൺ. അപ്പൊ ആന്റി ഇൻസുലിൻ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഗ്ലൂക്കഗോണും ആന്റി ഗ്ലൂക്കഗോൺ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതുമായിരിക്കും? ഇൻസുലിനുമായിരിക്കും. സിമ്പിൾ അല്ലേ, അറിയാലോ. ദെൻ യുവത്വ ഹോർമോൺ, നേരത്തെ പറഞ്ഞ യുവത്വ ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി. അപ്പൊ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ. എന്താ പേര്? തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. ജുവനൈൽ ഹോർമോൺ, സെയിം മീനിങ് ആണ് അല്ലെ. യുവത്വ ഹോർമോൺ അല്ലെങ്കിൽ ജുവനൈൽ ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? തൈമോസിൻ ആണ്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ ആണ്. പ്രായമായവരിൽ നശിച്ചു പോകുന്ന ഗ്രന്ഥിയാണ് ഇത് തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യുവത്വ ഹോർമോൺ, ജുവനൈൽ ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? തൈമോസിൻ. നേരത്തെ നമ്മൾ പറഞ്ഞു അടിയന്തര ഗ്രന്ഥി, അഡ്രിനൽ ഗ്ലാൻഡ് അഥവാ അതിവൃക്ക ഗ്രന്ഥി. അപ്പൊ അടിയന്തര ഹോർമോൺ അതിവൃക്ക ഗ്രന്ഥി അഥവാ അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലിനാണ്. അഡ്രിനാലിന്റെ മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ. അഡ്രിനാലിൻ ഓൾസോ നോൺ ആസ് എപ്പിനെഫ്രിൻ. അഡ്രിനാൽ, അഡ്രീനൽ, അഡ്രീനൽ. റീനൽ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ട? വൃക്കയുമായി ബന്ധപ്പെട്ട. അപ്പൊ വൃക്കയുടെ മുകളിൽ അഡ്രീനൽ. വാക്ക് നോക്കിയേ, എപ്പിനെഫ്രിൻ. നെഫ്രിൻ, നെഫ്രോളജി, വൃക്കയെ കുറിച്ചുള്ള പഠനം. എപ്പി തൊട്ട് മുകളിൽ എന്നുള്ള അർത്ഥമാണ്, തൊട്ട് ഉപരിതലത്തിൽ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എപ്പിനെഫ്രിൻ, വൃക്കയുടെ ഉപരിതലത്തിൽ, സെയിം മീനിങ് ആണ്. അപ്പൊ അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ. വേറൊരാളും കൂടെ ഉണ്ടല്ലോ അവിടെ അല്ലെ, നോർ അഡ്രിനാലിൻ. അപ്പൊ അതിന്റെ പേരെന്തായിരിക്കും? നോർ എപ്പിനെഫ്രിൻ. ഇവർ യോജിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് രണ്ടാളും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. ഒരു അടിയന്തര ഘട്ടത്തിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കണോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യണോ, പറന്ന് കളയണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനം കൊണ്ടാണ്. ആ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. യോജിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. പേര് കേട്ടിട്ട് ഓപ്പോസിറ്റ് ആളാണെന്ന് വിചാരിക്കേണ്ട. അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്ന് കേട്ടിട്ട് അങ്ങനെ വിചാരിക്കേണ്ട. രണ്ടും ഒരേ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ആളുകളാണ്, അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അതിൽ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനും, ദെൻ സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതുമാണ്? നോർ അഡ്രിനാലിൻ അഥവാ നോർ എപ്പിനെഫ്രിനുമാണ്. സർജിക്കൽ ഹോർമോൺ, ആ രണ്ടെണ്ണം ഓർമ്മിച്ച് വെക്കുക. അടിയന്തര ഹോർമോൺ അഡ്രിനാലിൻ, ദെൻ സർജിക്കൽ ഹോർമോൺ നോർ അഡ്രിനാലിൻ. അഡ്രിനാലിൻ അറിയപ്പെടുന്നത് എപ്പിനെഫ്രിൻ. അപ്പൊ നോർ അഡ്രിനാലിന്റെ പേരെന്തായിരിക്കും? നോർ എപ്പിനെഫ്രിൻ. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് സ്ട്രെസ് ഹോർമോൺ. നമുക്ക് സമ്മർദ്ദമുള്ള സമയത്ത് പല ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയാണ് കോർട്ടിസോൾ. അതുകൊണ്ട് സ്ട്രെസ് ഹോർമോൺ, സമ്മർദ്ദ ഹോർമോൺ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ആരാണ്? കോർട്ടിസോൾ ആണ്. ആരാണ്? കോർട്ടിസോൾ. കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനൽ, കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലിൻ, അഡ്രിനൽ ഗ്രന്ഥിയിലെ അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. അഡ്രിനൽ ഗ്രന്ഥിയുടെ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് നേരത്തെ പറഞ്ഞ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഒക്കെ. ദെൻ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് എന്ന ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. സമ്മർദ്ദ ഹോർമോൺ എന്നറിയപ്പെടുന്നതിൽ പ്രധാനിയാണ് ആര്? കോർട്ടിസോൾ. ഏതാണ്? കോർട്ടിസോൾ. സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടും. ദെൻ പ്രസവ ഹോർമോൺ, ബർത്ത് ഹോർമോൺ. പ്രസവം സുഗമമാക്കുന്നതിന് സഹായിക്കുന്നത് കൊണ്ട്, ആ സമയത്ത് വേദനയൊക്കെ ഇത്തിരി കുറയ്ക്കാൻ സഹായിക്കുന്നത് കൊണ്ട് ഓക്സിറ്റോസിൻ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? പ്രസവ ഹോർമോൺ എന്നറിയപ്പെടും. എന്താണ്? പ്രസവ ഹോർമോൺ, ബർത്ത് ഹോർമോൺ. ബർത്ത് ഹോർമോൺ പ്രസവം സുഗമമാക്കാൻ സഹായിക്കും. ഗർഭാശയ പേശികളുടെ സങ്കോചത്തിന് സഹായിച്ചുകൊണ്ട് അവിടെ പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നു? ഓക്സിറ്റോസിനെ പ്രസവ ഹോർമോൺ അഥവാ ബർത്ത് ഹോർമോൺ എന്നറിയപ്പെടും. പിന്നെ ലവ് ഹോർമോൺ, പിന്നെ കഡിൽ ഹോർമോൺ എന്നൊക്കെ വിളിക്കും. ആലിംഗന ഹോർമോൺ, പ്രണയ ഹോർമോൺ, ആലിംഗന ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഒരു പ്ലസന്റ് ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ആര്? ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. കണ്ണിൽ കെട്ടിപ്പിടിക്കണമെന്നൊന്നുമില്ല, കണ്ണിൽ നോക്കിയാൽ തന്നെ നമുക്ക് അല്ലെ, എതിരിംഗക്കാരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു പ്ലസന്റ് ഫീലിംഗ് വരുന്നില്ലേ? ഇതാണ് സാധനം. ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. നമ്മുടെ തലയുടെ പിറകിൽ ഇവിടെയൊക്കെ ഒന്ന് തലോടി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഓക്സിറ്റോസിൻ ഉൽപ്പാദനം വരും. അങ്ങനെയൊക്കെയാണ് പണ്ട് അധ്യാപകരൊക്കെ കുട്ടികളായിട്ടൊരു സൗഹൃദം അല്ലെ ഒരു ബന്ധം ഉണ്ടാക്കിയിരുന്നു. തലയുടെ പിറകിലൊക്കെ തലോടി നല്ല മോനാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും. ഇപ്പം തലോടി കഴിഞ്ഞാൽ പോക്സോ ഇട്ട് വിടും. അതുകൊണ്ട് ഇപ്പം ആരും നിൽക്കൂല, നമ്മളും നിൽക്കൂല കേട്ടോ, നിൽക്കണ്ട. ഓക്കെ. അപ്പൊ പ്രസവ ഹോർമോൺ എന്നറിയപ്പെടുന്നതും പ്രണയ ഹോർമോൺ എന്നറിയപ്പെടുന്നതും ആലിംഗന ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. ഏതാണ്? ഓക്സിറ്റോസിൻ. ദെൻ പ്രഗ്നൻസി ഹോർമോൺ, ഇത് രണ്ടും മാറിപ്പോറതെ. പ്രസവ ഹോർമോൺ, ബർത്ത് ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ. ദെൻ പ്രഗ്നൻസി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? പ്രൊജസ്റ്ററോൺ ആണ്. കാരണം ഗർഭമായി കഴിഞ്ഞാൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലെ, അബോർട്ട് ആയി പോവാതെ അത് നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് ആര്? പ്രൊജസ്റ്ററോൺ. അതുകൊണ്ട് പ്രഗ്നൻസി ഹോർമോൺ പ്രൊജസ്റ്ററോൺ, പ്രഗ്നൻസി പ്രൊജസ്റ്ററോൺ, പ്രഗ്നൻസി പ്രൊജസ്റ്ററോൺ. ഓക്കെ. ബർത്ത് ഹോർമോൺ ഓക്സിറ്റോസിൻ. അപ്പം പ്രഗ്നൻസി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? പ്രൊജസ്റ്ററോൺ ആണ്. അതായത് ഗർഭമായി കഴിഞ്ഞാൽ അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നതുകൊണ്ട്
പ്രൊജസ്ട്രോൺ എന്ത് പേരിൽ അറിയപ്പെടുന്നു? പ്രഗ്നൻസി ഹോർമോൺ എന്നറിയപ്പെടും. പിന്നെയോ അതുകൊണ്ട് തന്നെ മാതൃത്വ ഹോർമോൺ സ്ത്രീകളിലെ ലൈംഗിക ഹോർമോണുകൾ രണ്ടെണ്ണം, ഒന്ന് ഈസ്ട്രജൻ, ഒന്ന് പ്രൊജസ്ട്രോൺ. ഒന്ന് ഈസ്ട്രോജനും ഒന്ന് പ്രൊജസ്ട്രോണും. അതിൽ പ്രത്യേകിച്ചും ഈ ലൈംഗിക വളർച്ചയുമായി ബന്ധപ്പെട്ടും ലൈംഗിക സ്വഭാവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനി ആരാണ്? ഈസ്ട്രോജൻ ആണ്. ആർത്തവം അല്ലെ, ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടും ഏറ്റവും പ്രാധാന്യം ഈസ്ട്രോജൻ ആണ്. പ്രൊജസ്ട്രോണും പങ്കുണ്ട് എങ്കിൽ പോലും ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ഈസ്ട്രോജൻ ആണ്. എന്നാൽ ഗർഭവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ, മാതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ് ആര്? പ്രൊജസ്ട്രോൺ. ഗർഭിണി ആയി കഴിഞ്ഞാൽ പ്രൊജസ്ട്രോണിന്റെ അളവ് താരതമ്യേന കൂടി വരും. അപ്പൊ അങ്ങനത്തെ ഒരു ഫീലിങ്സിലേക്ക് നമ്മൾ മാറും. അതാണ് മാതൃത്വ ഹോർമോൺ എന്ന് പറയുന്നത്. പ്രൊജസ്ട്രോൺ ഏതാണ്? പ്രൊജസ്ട്രോൺ ആണ്. ഓക്കെ, ദെൻ ADH ആന്റി ഡൈയൂറട്ടിക് ഹോർമോൺ. ADH ആന്റി ഡൈയൂറട്ടിക് ഹോർമോൺ. ഡൈയൂറട്ടിക്സ് എന്ന് പറഞ്ഞാൽ മൂത്രത്തിന്റെ അളവ് കൂട്ടുന്ന പദാർത്ഥങ്ങളെയാണ് ഡൈയൂറട്ടിക്സ് എന്ന് പറയുക. ബിയർ, കാപ്പി, ചായ ഇതൊക്കെ മൂത്രത്തിന്റെ അളവ് കൂട്ടുന്ന പദാർത്ഥങ്ങളാണ്. അതിനെ എതിർക്കുന്നയാളെയാണ് എന്ത് വിളിക്കുക? ആന്റി ഡൈയൂറട്ടിക്സ് എന്ന് പറയുക. എന്താ? ആന്റി ഡൈയൂറട്ടിക്സ്. അപ്പം ആന്റി ഡൈയൂറട്ടിക് ഹോർമോൺ അഥവാ ADH എന്നറിയപ്പെടുന്ന ആളാണ് ആര്? വാസോപ്രസിൻ. ഏതാണ്? വാസോപ്രസിൻ ആണ്. ADH എന്നറിയപ്പെടുന്ന ആരാണ്? വാസോപ്രസിൻ. ദെൻ വിശപ്പിന്റെ ഹോർമോൺ, ഹങ്ങർ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? ഗ്രലിൻ ആണ്. വിശപ്പിന് സഹായിക്കുന്ന ഹോർമോൺ, സ്റ്റൊമക്കിലൊക്കെ ഉത്പാദിപ്പിക്കുന്ന ഗ്രലിൻ ആണ്. ഹങ്ങർ ഹോർമോൺ, വിശപ്പിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഗ്രലിൻ ആണ്. അതിന് നേരെ വിപരീത പണി ചെയ്യുന്ന ആളാണ് ആര്? ലെപ്റ്റിൻ. അപ്പൊ എന്താ വിളിക്കുക? ആന്റി ഗ്രലിൻ ഹോർമോൺ അല്ലെ. ഗ്രലിൻ വിശപ്പിന് സഹായിക്കുന്നു, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആന്റി. അപ്പൊ ആന്റി ഗ്രലിൻ ഹോർമോൺ എന്നറിയപ്പെടുന്ന ആരുമാണ്? ലെപ്റ്റിനുമാണ്. വിശപ്പിന്റെ ഹോർമോൺ, വിശപ്പിന് സഹായിക്കുന്ന ഹോർമോൺ ഗ്രലിൻ. ദെൻ ആന്റി ഗ്രലിൻ ഹോർമോൺ, വിശപ്പിനെ എതിർക്കുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്നത് ലെപ്റ്റിൻ ആണ്. നമ്മുടെ സ്കിന്നിനടിയിലുള്ള അഡിപ്പോസ് ടിഷ്യൂ ആണ് ലെപ്റ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശക്കുന്ന സമയത്ത് സ്കിന്നൊക്കെ അടിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ അവിടെ ലെപ്റ്റിൻ ഉൽപ്പാദനം ത്വരിതപ്പെട്ട് നമുക്ക് ഇത്തിരി വിശപ്പൊക്കെ കുറയുന്നത് പോലെ തോന്നും, ചെറിയൊരു ഫീലിങ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഹോർമോണുകൾ, ഗ്രന്ഥികളും അതിന്റെ വിശേഷണങ്ങൾ മാത്രമാണ് ഇന്ന് പറഞ്ഞത്. ഇനിയും ഈ ടോപ്പിക്കിൽ ഇഷ്ടംപോലെ കൺഫ്യൂസിങ് ഫാക്ട്സുകളുണ്ട്. അത് വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ബൈ.